ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും BJP തലയിൽ കെട്ടിവെക്കണോ? യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്, ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 864 ആക്രമണങ്ങൾ ക്രിസ്ത്യൻ അവിടെ നടപടി ഉണ്ടായിട്ടില്ലേ പറഞ്ഞ് ചോദ്യം കഴിഞ്ഞ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഛത്തീസ്ഗഡിലും UP-യിലുമാണ് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇപ്പൊ ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, ഒന്ന് ഇടപെട്ട് തരണേ എന്നാണ് ആ കത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ എന്താ സംശയം? അതിന് നടപടി ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾ UP-യിലെ കാര്യം പറഞ്ഞു. UP-യിൽ നിങ്ങൾ ഇന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. 1670 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രൈസ്തവ സമൂഹത്തിന് മാത്രമായിട്ടുണ്ട് അവിടെ. 1670 ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുവാൻ അതിന് പർപ്പസ്ഫുള്ളി ആയിട്ട് ശ്രമം നടക്കുന്നു എന്നുള്ള സംശയമില്ല. ഞാൻ പറയട്ടെ, ക്രിസ്മസ് ഒരാൾ അല്ല 864 സംഭവങ്ങളുണ്ടായി ഇന്നാണോ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ട് ഈ ആഴ്ചയാണോ 864 സംഭവങ്ങൾ ഇന്നാണ് ഉണ്ടായത്? ഞാൻ പറയില്ലേ, CBCI CNI ഉൾപ്പെടെയുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും കൃത്യമായിട്ട് അതിനൊരു വ്യവസ്ഥാപിതമായ സംവിധാനം തന്നെ BJPക്കുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാ പരാതികൾക്കും ഞങ്ങൾ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ആക്രമിക്കപ്പെടരുത് എന്ന കർശനമായ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം എല്ലാ CM-മാർക്കും ചീഫ് മിനിസ്റ്റർമാർക്കും DGP-മാർക്കും കർശനമായ നിർദ്ദേശം കാവലുണ്ടാകണമെന്ന് തന്നെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടാകണം എന്നല്ല നമ്മുടെ ആവശ്യം. അല്ല, ഞാൻ ഒരു കാര്യം ഈ 10 വർഷത്തിനിടയിലാണോ ഈ ഇത്തരത്തിലുള്ള നോർത്ത് ഇന്ത്യയിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അല്ലേ, അങ്ങനെ പറയരുത്. ഈ 10 കണക്കതല്ല ഈ 10 വർഷത്തിനിടയിലാണോ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പും അതിനുശേഷവും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഒരു സംശയം വേണ്ട, ഉണ്ട്. ഇപ്പോൾ കൂടി നിങ്ങളാണ് പറയുന്നത്, ഞാൻ പറയില്ല. അല്ല, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അത് അവരോട് ചോദിക്കണം, എനിക്കറിയില്ല. എനിക്ക് ആ സംഘടനയെക്കുറിച്ച് സംശയം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാമല്ലോ, എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം. പക്ഷേ എൻ്റെ വിഷയം അതല്ലല്ലോ. ഇതിന് ഇപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം ഈ ബംഗ്ലാദേശ് ഇഷ്യൂവിനെ പോലും അഡ്രസ്സ് ചെയ്യാത്ത ആളുകൾ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു? ഈ വിഷയങ്ങൾക്ക് പുറകിൽ ഏറ്റവും അധികമുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകളുടെ വിഷയങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ചർച്ചയാകുമെന്ന് മനസ്സിലാക്കിയോണ്ടല്ലേ ഈ വിഷയം ഡൈവേർട്ട് ചെയ്യുന്നത്? ആരാത്? BJPക്കാരാണോ? സംഘപരിവാർ സംഘടന? അതാരാ ചെയ്ത്? ആരാ ചെയ്യുന്നേ? പിന്നെ ഞങ്ങളോട് പറയുന്നത് അതിന്മേൽ നടപടി ഉണ്ടാകണം. അവിടെ പോലീസുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾക്ക് വളരെ കൃത്യമായ നടപടി ഉണ്ടാവും. ഇവിടെ ഇൻഡോറിൽ സമാനമായ സാഹചര്യം ഉണ്ടായി. അന്ന് ജോർജ് കുര്യൻജി അതിനകത്ത് ഇടപെട്ടത്. 8 മണിക്കൂർ കൊണ്ട് മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവർക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷൻ കൊടുത്തു. കന്യാസ്ത്രീമാർക്ക് നേരെ ഇത്തരത്തിലുള്ള സംഘടന ഉണ്ടായി. അന്ന് വലിയ പ്രചരണമായിരുന്നു, ബജ്രംഗ് ദൾ.